ഇൻഫോസ്ഫിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കാനുള്ള മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്താൻ സർക്കാർ തീരുമാനിച്ചു. 1100 ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള വീടുകളും അതുപോലെ 800 cc എഞ്ചിൻ ശേഷിയുള്ള വാഹനങ്ങളും മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കാൻ ഇനി മുതൽ തടസ്സമായേക്കില്ല. 2 നിബന്ധനകളിലും ഇളവ് വരുത്തുന്നത് സംബന്ധിച്ച റിപ്പോർട്ട് ധനകാര്യ വകുപ്പിൻ്റെ പരിഗണനയിലുണ്ട്. ഉപഭോക്താക്കൾക്കുള്ള മറ്റ് ആനുകൂല്യങ്ങൾ കൂടി മുൻഗണനാ റേഷൻ കാർഡിൻ്റെ പരിധിയിൽ വരുന്നതിനാൽ ധനകാര്യ വകുപ്പിൻ്റെ വിശദമായ പരിശോധനയും അനുമതിയും ആവശ്യമാണ്. ശേഷം സർക്കാർ തലത്തിലായിരിക്കും അന്തിമ തീരുമാനമുണ്ടാവുക. നിലവിൽ 2018 സംസ്ഥാന ഭക്ഷ്യ സുരക്ഷാ ചട്ടപ്രകാരം 1000 ചതുരശ്ര അടിയാണ് വീടിൻ്റെ പരിധി. 4 അതിലധികമോ ചക്രമുള്ള വാഹനങ്ങൾ, അതായത് സ്വയം ഓടിക്കുന്ന ടാക്സി ഒഴികെ ഉള്ളവരും പരിധിക്ക് പുറത്താണ്. നിലവിലെ സാമൂഹിക സാഹചര്യത്തിൽ 4 ചക്ര വാഹനം ആഡംബരമല്ലെന്ന നിരീക്ഷണത്തിലാണ്. അതുപോലെ 800 cc എഞ്ചിൻ ശേഷിയുള്ള കാറുകൾക്ക് ഇളവ് നൽകാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. ഭിന്നശേഷിക്കാരായ അംഗങ്ങളുടെ യാത്രയ്ക്കായി കാർ അടക്കം ഉപയോഗിക്കുന്ന കുടുംബങ്ങളുമുണ്ട്. 1 ഏക്കറിലധികം ഭൂമി കൈവശമുള്ളവർക്ക് ഭൂമിയുടെ തരമനുസരിച്ച് പരിഗണന ലഭിക്കും. മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തണമെന്ന് വ്യാപക ആവശ്യമുയർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് സിവിൽ സപ്ലൈസ് കമ്മീഷണറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഈ റിപ്പോർട്ടാണ് ധനവകുപ്പിൻ്റെ പരിഗണനയിലുള്ളത്. സംസ്ഥാനത്ത് ആകെ അനുവദിക്കപ്പെട്ട BPL കാർഡുകളിൽ 5,94,209 എണ്ണം അന്ത്യോദയ യോജനയും അതുപോലെ 37,73,184 എണ്ണം മുൻഗണനാ വിഭാഗത്തിലുള്ളതുമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പുതിയതായി 73,024 മുൻഗണനാ കാർഡുകൾ കൂടി അനുവദിച്ചിട്ടുണ്ട്. ഇവർക്ക് അടുത്ത മാസം മുതൽ സൗജന്യ റേഷൻ നൽകി തുടങ്ങും. അതുപോലെ ഈ വർഷത്തെ ഓണച്ചന്ത ഓഗസ്റ്റ് 8 മുതൽ ആരംഭിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. മഞ്ഞക്കാർഡ് ഉടമകൾക്ക് ഓഗസ്റ്റ് 10 മുതൽ ഓണക്കിറ്റ് വിതരണം ആരംഭിക്കും. 16 ഇനം സാധനങ്ങളാണ് ഓണക്കിറ്റിൽ ഉണ്ടാവുക. ഓണം ട്രേഡ് ഫെയറുകളും ഓഗസ്റ്റ് 6 മുതൽ തന്നെ ആരംഭിക്കും. അതേസമയം ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും കിറ്റിലുണ്ടാവുമെന്നാണ് ഭക്ഷ്യവിതരണ മന്ത്രി വിശദമാക്കിയത്. കൂടുതൽ പേർക്ക് ഓണക്കിറ്റ് അടുത്ത വർഷം മുതൽ തന്നെ നൽകുമെന്നും മന്ത്രി വിശദമാക്കി. സംസ്ഥാനത്ത് വിലക്കയറ്റം പ്രതിസന്ധിയായി നിൽക്കുമ്പോഴാണ് പ്രഖ്യാപനം. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി ഇനത്തിലുള്ള 13 ഇനം സാധനങ്ങളും ലഭ്യമാക്കുമെന്നും മന്ത്രി വിശദമാക്കി. അതുപോലെ മറ്റൊരു സന്തോഷ വാർത്ത, രോഗികൾക്കുള്ള പെൻഷൻ ഇരട്ടിയാക്കിയിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ. ബജറ്റിലെ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തുക വർദ്ധിപ്പിച്ചത്. ആരോഗ്യവകുപ്പിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് ചികിത്സാ കാലയളവിലാണ് ഈ ആനുകൂല്യം ലഭിക്കുക. ക്യാൻസർ രോഗികൾ, വൃക്ക രോഗികൾ, ക്ഷയരോഗികൾ എന്നിവർക്ക് സഹായധനം 2000 രൂപയാക്കി ഉയർത്തിയിരിക്കുന്നു. നിലവിൽ 1000 രൂപയാണ് നൽകിയിരുന്നത്. ബജറ്റിലെ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തുക വർദ്ധിപ്പിച്ചത്. ആരോഗ്യവകുപ്പിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് ചികിത്സാ കാലയളവിലാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്.